പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മസാല ദോശയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഒരു ഗ്ലാസ് ഉഴുന്നും പരിപ്പ് ഒരു 2 മണിക്കൂറോളം നന്നായി സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുക. അതിനുശേഷം ഒരു ഗ്ലാസ് ഉഴുന്നും പരിപ്പിന് 2 ഗ്ലാസ് അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു വലിയ പാത്രത്തിൽ 2 ഗ്ലാസ് അരിപ്പൊടി എടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഉഴുന്നും പരിപ്പ് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം സോക്ക് ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. എന്നിട്ട് സോക്ക് ചെയ്തിട്ടുള്ള വെള്ളം ഉപയോഗിച്ച് തന്നെ മിക്സിയിലോട്ട് അടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നും പരിപ്പിൻ്റെ മിക്സും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഉഴുന്നും പരിപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഞാനിതിലിപ്പോൾ. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതുപോലെ ലൂസായിട്ട് തന്നെ ഇരിക്കണം. മാവ് പുളിച്ച് പൊന്തി കഴിയുമ്പോൾ കറക്റ്റ് ദോശമാവിൻ്റെയും മസാല ദോശയൊക്കെ ഉണ്ടാക്കാവുന്ന നല്ലൊരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തും. അപ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം. ഇതിപ്പോൾ നമുക്കൊരു 8 മണിക്കൂറോളം പുളിച്ച് പൊന്താനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല കറി തയ്യാറാക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതുപോലെ തന്നെ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. അധികം എരിവ് കുട്ടികൾക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ ഒരു പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് കൂട്ടിയെടുക്കാവുന്നതാണ്. അതുപോലെ ഈ രീതിയിൽ ഉരുളക്കിഴങ്ങ് നമ്മൾ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മൾ അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്. എരിവ് കുറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നടുവേ കീറിയിട്ട് ഇടാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. 1 സ്പൂൺ ജിഞ്ചർ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലിഡ് വെച്ചിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് വയ്ക്കാം. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇത് നന്നായി ഉടഞ്ഞ് തന്നെ കിട്ടണം. അപ്പോൾ നന്നായി വിസിലടിപ്പിച്ചെടുക്കണം. ഒരു 5 മുതൽ 6 വിസിൽ വരെ നമുക്ക് കൊടുക്കാം. അതിനുശേഷം ഇത് വെന്ത് വന്നതിന് ശേഷം നമുക്കൊരു ചീഞ്ചട്ടിയിലേക്ക് താളിച്ചെടുക്കാനായിട്ട് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 സ്പൂൺ കടുകിട്ട് കൊടുത്ത് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങിൻ്റെ പീസസ് എല്ലാം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൽ കിടന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അത് കറക്റ്റ് മസാലയുടെ കൺസിസ്റ്റൻസിയിലേക്ക് എത്തിക്കോളും. കഷ്ണങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്ന് തിളയ്ക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ദോശയുടെ ഉള്ളിലേക്ക് വയ്ക്കാവുന്ന രീതിയിലേക്ക് മസാലക്കറി കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. കണ്ടു, ഈ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ദോശ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി പുളിച്ച് പൊന്തിയിരിക്കുന്ന മാവാണ്. ഇതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. ലൂസാവാനായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കയ്യിൽ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് തനിയെ ലൂസായിക്കോളും. അപ്പോൾ ദോശമാവ് നല്ല വലിപ്പത്തിലുള്ള ദോശ ഉണ്ടാക്കാനായിട്ട് 2 അല്ലെങ്കിൽ 1.5 തവിയെങ്കിലും നമ്മൾ മാവ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ ഫ്ലെയിം നല്ല രീതിയിൽ ക്രമീകരിക്കണം. ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലും നമുക്ക് ഇടാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ അത് ദോശ വല്ലാണ്ട് വിണ്ട് കീറിയ പോലെ വരണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ടും കുറച്ച് നെയ്യ് അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ സൈഡ് ഭാഗമെല്ലാം നല്ല ഭംഗിയിൽ മുരിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്കിതിലേക്ക് മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം.
2 തവിയെങ്കിലും ആ മസാലക്കൂട്ട് ഒരു ദോശയിൽ നമുക്ക് വെച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാലാണ് ആ കറക്റ്റ് വലുപ്പത്തിൽ നമുക്ക് മസാല ദോശ കിട്ടുകയുള്ളൂ. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇനി ഇത് നല്ല രീതിയിൽ കുക്കായിട്ട് വരും. അതിനുശേഷം നമുക്കിത് ഒരു സൈഡിലേക്ക് മറച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് തക്കാളി ചട്നിയോ അല്ലെങ്കിൽ സാമ്പാറോ നാളികേര ചട്നിയോ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. വളരെ ശ്രദ്ധിച്ച് തന്നെ നമുക്ക് ദോശ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. നന്നായി മുരിഞ്ഞ് വരാനായിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഗീയോ അതിൻ്റെ സൈഡിലെല്ലാം ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ നടുഭാഗത്ത് വളരെ സോഫ്റ്റിലായിരിക്കും മസാല ദോശയുടെ കാണുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ദോശ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി ഞാൻ തിരിച്ചു വരും. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. എല്ലാവർക്കും നന്ദി.